പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ഇളയ മകനായ യോസഫിനെ ആ രാജ്യത്ത് നിന്ന് വിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ആ ജോസഫിൻ്റെ കുറിച്ചുള്ള സംഭവം ഇന്ന് 4-ാം ഭാഗം നമ്മൾ കേൾക്കുകയാണ്. ആ ജോസഫ് ആ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് 30-ാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രി ആകുന്നത്. പ്രിയരെ, ആ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ആ ജോസഫ് അനുഭവിച്ച കഷ്ടത ചില്ലറയല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഒരു മകനായി, ഒരു ആത്മപൂർണനായ ഒരു മനുഷ്യനായി തീരണമെങ്കിൽ ധാരാളം കഷ്ടത ദൈവം നമുക്ക് അനുവദിക്കുമ്പോൾ, അല്ലാതെ സുഖലോലുപമായിട്ട് തിന്നു കുടിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് കഷ്ടതയും പ്രയാസമൊന്നും കൂടാതെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണമെന്നുള്ള ചിന്താഗതിയോടെ ജീവിക്കുന്ന ആരും ഒരു വിധത്തിലും ദൈവവചനപ്രകാരം ആത്മീയമായി ഉയരുകയില്ല. ജോസഫിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 2-3 വയസ്സ് പ്രായം കാണുമായിരിക്കും, ജോസഫിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവനെ പ്രസവിച്ച അമ്മ മരിച്ചു. ആ സമയത്ത് ജോസഫിൻ്റെ ഇളയ മകൻ, സഹോദരൻ ബെന്യാമീന്, അവൻ പ്രസവിച്ച ഉടനെ തന്നെ അമ്മ മരിച്ചുപോയി. അപ്പം അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളായിട്ടാണ് ജോസഫും ബെന്യാമീനും വളരുന്നത്. പിന്നെ ജോസഫ് വളർന്നു കഴിഞ്ഞപ്പം അപ്പന് ജോസഫിനോട് ഇച്ചിരി താല്പര്യം തോന്നിയത് കാരണം സഹോദരങ്ങളെല്ലാം അവനെ പകച്ചു, അസൂയപ്പെട്ടു. അവന് 17 വയസ്സായി കഴിയുമ്പോൾ അവനെ കൊല്ലാൻ തീരുമാനിക്കുകയും അവനെ കൊല്ലാൻ വേണ്ടി പൊട്ടക്കണ്ടി തള്ളിയിടുകയും ചെയ്തു. അവിടെ ശിമയോൻ എന്ന് പറയുന്ന ശിമയോൻ അല്ല ആ സഹോദരൻ അവനെ കുഴിയിൽ നിന്നെടുത്ത് മിദ്യാന്യർക്ക് കച്ചവടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. 20 വെള്ളിക്കാശിന് വിറ്റു. അവന് പൊത്തിപ്പേർ എന്ന് പറയുന്ന സേനാനായകൻ വിലയ്ക്ക് മേടിച്ച് അവൻ നല്ലവനാണെന്ന് കണ്ടുകൊണ്ട് അവൻ്റെ ഭവനത്തിനെല്ലാം അവനെ അധികാരിയാക്കി. അത് കഴിഞ്ഞിട്ട് ആ ഭവനത്തിൽ ഫറവോൻ്റെ ഭാര്യയ്ക്ക് ഇതിൽ ഭയങ്കര പ്രേമം തോന്നി. പാപം ചെയ്യാൻ കഠിനമായി നിർബന്ധിച്ചിട്ടും അവൻ ഒട്ടും വഴങ്ങാതെ വന്നതിൻ്റെ പേരിൽ ഭാര്യ അവനെ പകച്ച് അവനെ ഇപ്രകാരം അവനെന്നെ ഒരു കൂടെ ശയിക്കാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് തെറ്റായ കാര്യം പറഞ്ഞു കൊടുത്ത് അവനെ കാരാഗ്രഹത്തിലാക്കി. പിന്നീട് വർഷങ്ങളോളം കാരാഗ്രഹത്തിൽ കിടന്നു. അപ്പനെ അമ്മയും അമ്മയും സഹോദരങ്ങളെ കുടുംബം, നാട് എല്ലാം നഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടത അനുഭവിച്ച ആ ജോസഫ് 30-ാമത്തെ വയസ്സായപ്പോൾ തികഞ്ഞ പക്വതയുള്ള ഒരു ദൈവ മനുഷ്യനായി തീർന്നു. അങ്ങനെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയാകാൻ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ലോകത്തിൽ ആരൊക്കെ ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ടുണ്ടോ അവരെല്ലാം ഒരുപാട് കഷ്ടതയിലൂടെ നടത്തിയാണ് ദൈവം ആ സ്ഥാനത്ത് എത്തിക്കുന്നത്. മോശ തന്നെ 40 കൊല്ലം മിദ്യാനിലെ ഇത്രോയുടെ ആടുകളെ മേയ്ക്കുന്നതിനായി മരുഭൂമിയുടെ അലഞ്ഞ് നടന്നു. ആദ്യത്തെ 40 വർഷക്കാലം ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചു. അമ്മയോ അപ്പനോ സഹോദരങ്ങളോ വലിയൊരു ഉണ്ടായിരുന്നു. 80 വയസ്സ് വരെ അവൻ അന്യ കുടുംബത്തിൽ ജീവിച്ചു. 40 വർഷം വരെ കൊട്ടാരത്തിൽ, 40 വയസ്സിന് ശേഷം ആട് മേയ്ക്കുന്നതിനായി ശരിക്ക് സഹിച്ചു. ദാവീദും ഒരുപാട് സഹിച്ച മനുഷ്യനാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി ആരൊക്കെ പ്രയോജനപ്പെട്ടോ അവർക്ക് ഒരുപാട് സഹിച്ച മനുഷ്യരാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞാൽ, മറ്റു അപ്പോസ്തലന്മാർ ആരെക്കുറിച്ച് പറഞ്ഞാലും ഒരുപാട് സഹിച്ചുകൊണ്ടാണ് അവരുടെ ശ്രേഷ്ഠമായ കർത്താവിന് വേല ചെയ്യുന്നതിൽ ശോഭിച്ചത്. അപ്പം ഈ ജോസഫ് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 7 വർഷം ദേശത്തെങ്ങും വലിയ സമൃദ്ധി ഉണ്ടായി. ആ സമൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദേശത്തുണ്ടായിരുന്ന വിളവുകളുടെ 1/5
എല്ലാവരും വാങ്ങിച്ച് ഓരോ പട്ടണങ്ങളിലും പാഠ്യശാല നിർമ്മിച്ച് ഈ ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു. 7 വർഷം ശേഖരിച്ചു. അങ്ങനെ 7 വർഷം കൊണ്ട് ധാന്യം ധാരാളം സംഭരിച്ചു. പിന്നെ വന്ന് 7 കൊല്ലം കഠിനമായ ക്ഷാമകാലമായി. ക്ഷാമകാലം വന്നപ്പോൾ ഈ ജോസഫിൻ്റെ അപ്പൻ സഹോദരങ്ങളൊക്കെ താമസിക്കുന്ന കനാൻ നാട്ടിലും ക്ഷാമമായി. അപ്പോൾ അവർ പറഞ്ഞു, ഈജിപ്തിൽ ചെന്നാൽ ധാന്യം കിട്ടാനുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് പോയി വാങ്ങിക്കൊണ്ട് വരുവിനെന്ന് പറഞ്ഞ് യാക്കോബ് മക്കളെ പറഞ്ഞയച്ചു. ജോസഫിൻ്റെ മൂത്ത സഹോദരന്മാർ അവർ ഈജിപ്തിൽ വന്ന് ജോസഫിനോട് ധാന്യം ചോദിച്ചു. വന്നത് ജോസഫ് ഇവരെല്ലാവരും തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, അത് തിരിച്ചറിഞ്ഞ് ആദ്യമേ ഒക്കെ കുറേ അറിയാത്തവരെ പോലെ നിങ്ങൾ ചാരന്മാരാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുവെങ്കിലും പിന്നീട് ജോസഫിനെ തന്നെ വെളിപ്പെടുത്തി. ജോസഫിൻ്റെ ഇളയ സഹോദരനായ ബെന്യാമിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ മകനെ അനിയനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ടാകട്ടോ പൊട്ടിക്കരഞ്ഞു. ആ മിസ്രൈമിലെങ്ങും മുഴങ്ങത്തക്ക വിധം ഭയങ്കര ഉച്ചത്തിൽ കരഞ്ഞു. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞാനും ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. പിന്നീട് യാക്കോബിനെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പനെ 13 കൊല്ലം കാണാതിരുന്നിട്ട് കണ്ട അപ്പൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിലുള്ള എല്ലാ മനുഷ്യരെക്കാളും ഫറവോനേക്കാളും മകത്ത് വിലയുള്ളവൻ്റെ അപ്പനാണ്. കണ്ണിൻ്റെ കാഴ്ച മങ്ങി ക്ഷീണിച്ച അവശനായ അപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കാണുന്നത്. ഇന്ന് വാർദ്ധക്യത്തിലെത്തിയ അപ്പനെ അമ്മയൊക്കെ ഇന്ന് ആളുകൾ അവഗണിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയരെ, ഒരു മുസ്ലിമിൻ്റെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ആ ജോസഫിനെ അപ്പനെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ജോസഫിന് ഒരു പ്രയോജനം കിട്ടിയില്ല. ഉപദ്രവം മാത്രമേ ഉള്ളൂ, കൊല്ലാൻ കൊടുത്തതാണ്. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോടുള്ള അത്യന്തപരമായ സ്നേഹം കൊണ്ട് അവരെ സ്നേഹിച്ചു. മിസ്രൈമിലെ ഏറ്റവും നല്ല സ്ഥലത്ത് അവർക്ക് പാർക്കാനുള്ള സൗകര്യം കൊടുത്തു. അങ്ങനെയാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ വർദ്ധിച്ച് പെരുകാനിടയായി തീർന്നത്. അങ്ങനെ അപ്പൻ്റെ മുമ്പിൽ വണങ്ങി നിന്ന് അപ്പൻ്റെ അനുഗ്രഹം, പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ നിധി, അപ്പൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ആ നിധി ആ ജോസഫ് വാങ്ങിച്ചെടുത്തുകൊണ്ടോ ആ നിധി ഒളിഞ്ഞിരിക്കുന്നത് മൂത്ത സഹോദരന്മാരെ കണ്ടില്ല, ജോസഫ് കണ്ടു. അത് മാത്രമല്ല, ആ ഈജിപ്തിൻ്റെ രാജാവായ ഫറവോൻ്റെ മുമ്പിലും അപ്പനെ കൊണ്ടുപോയി നിർത്തി അപ്പൻ ഫറവോയെ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. വലിയവർ ചെറിയവരെയാണ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചപ്പോൾ യാക്കോബ് ആരായി തീർന്നു? ഫറവോൻ്റെയും മുകളിലുള്ള ആളായി മാറി. ഈ വിധത്തിൽ ജോസഫ് അപ്പൻ്റെ മുമ്പിലും മടങ്ങി നിന്നു, അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ചു. ഈ ലോകത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെക്കാളും രാജാവായിരിക്കുന്നതിനേക്കാളും ലോകത്തിലുള്ള സകല സമ്പത്തും വാരിക്കൂട്ടുന്നതിനേക്കാളും എൻ്റെ അപ്പൻ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വിലയുള്ളവനാണെന്ന് കാണിച്ചു തന്നു. എൻ്റെ കൂടപ്പറപ്പുകൾ, സഹോദരങ്ങൾ, അവരാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുത് എന്നും ആ ജോസഫ് നമുക്ക് കാണിച്ചു തന്നു. പ്രിയമുള്ളവരെ, സഹോദര സ്നേഹം മറക്കരുത്. അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹവും ബഹുമാനവും ഒരിക്കലും കുറച്ച് കളയരുത്. അങ്ങനെയുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടവരെ അനുസരിച്ചും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും നമുക്ക് ജീവിക്കാം. ജോസഫ് ജീവിതത്തിൽ ഒരിക്കലും ആരോടും ദൂഷിച്ച് സംസാരിക്കുകയോ പഴിക്കുകയോ ശപിക്കുകയോ പിറുപിറുക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവം അനുവദിച്ച ആ കഠിനമായ സഹനങ്ങളെ ശോധനകളെല്ലാം സന്തോഷത്തോടെ സഹിച്ച് ദൈവം ആ മകനെ സമർത്ഥമായി ഉയർത്തി 110 വയസ്സ് വരെ ആ മിസ്രൈമിൽ രാജാവായി വാഴുവാൻ തക്കവിധം ദൈവം മാനിച്ചു, അനുഗ്രഹിച്ചു. നമ്മളും കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെല്ലാം സന്തോഷത്തെ, ആ കഷ്ടത, പ്രയാസം ഒക്കെ സന്തോഷത്തെ ഏറ്റെടുത്ത് നമ്മളും അനുഗ്രഹിക്കപ്പെടാൻ ക്രിസ്തുവേശുവിനോട് സദൃശം ആകുന്നത് വരെ സഹിക്കുവാൻ തയ്യാറാകുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.